മലയാളി ചെറുപ്പക്കാരുടെ എല്ലാം വലിയൊരു സ്വപ്നമാണ് യൂറോപ്പ്. കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്ക് കുടിയേറിക്കഴിഞ്ഞാൽ ജീവിതം സമ്പൽ സമൃദ്ധമാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. വലിയൊരു ശതമാനം അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എങ്കിലും എല്ലാവരുടെയും ജീവിതം സുഖസമൃദ്ധമായി മാറുന്നുണ്ടോ? യൂറോപ്പിലേക്ക് 22 വർഷം മുമ്പ് കുടിയേറി, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് വിസയിൽ കയറിപ്പോയി ഒരു തൊഴിലിനു വേണ്ടി, ജീവിതം അവിടെ പച്ചപിടിപ്പിക്കുന്നതിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്യേണ്ടി വന്ന, വെല്ലുവിളികളെ നേരിടേണ്ടി വന്ന, അതിജീവനത്തിനേറെ പോരാടേണ്ടി വന്ന ഒരു മലയാളിയുടെ ജീവിതകഥ തികച്ചും വ്യത്യസ്തമാണ്. ശ്രീ ജോർജ് കുട്ടി നെല്ലാപ്പാറ അദ്ദേഹത്തിൻ്റെ യൂറോപ്പിലെ ജീവിത അനുഭവങ്ങൾ, ആ പോരാട്ടത്തിൻ്റെ കഥകൾ ഫേസ് ടു ഫേസിൽ വിവരിക്കാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ആ കഥകളിലേക്ക് നേരിട്ട് കിടക്കാം. സ്വാഗതം ജോർജ് കുട്ടി. ഈ ജോർജ് കുട്ടിയുടെ ബാല്യകാലമൊക്കെ എവിടെയായിരുന്നു? എൻ്റെ ബാല്യം എടമറ്റം എന്ന ഗ്രാമത്തിലായിരുന്നു. കോട്ടയം ജില്ലയിലെ എടമറ്റം മീനിച്ചി താലൂക്കിൽ. വിദ്യാഭ്യാസം എവിടെയായിരുന്നു? അത് ആ പ്രദേശത്ത് തന്നെ വിളക്കമാടത്തായിരുന്നു ഞാൻ 8ാം ക്ലാസ് വരെയും പഠിച്ചത്. ശരി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് വിറ്റിട്ട് നെല്ലാപ്പാറയ്ക്ക് പോയി. നെല്ലാപ്പാറ എന്ന് പറയുന്നത് തൊടുപുഴയ്ക്ക് അടുത്ത്, അതായത് നമ്മുടെ ഇടുക്കി ജില്ലയുടെയും കോട്ടയം ജില്ലയുടെ അതിർത്തിയാണ് ഈ നെല്ലാപ്പാറ. അതായത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിതം, മെച്ചപ്പെട്ട സ്ഥലം. ഞങ്ങളിപ്പോൾ 4 മക്കളുണ്ട്. അപ്പോൾ ഈ 4 മക്കളും കൂടെ കഴിഞ്ഞുകൂടാനുള്ള ഇച്ചിരി ആദായമുള്ള സ്ഥലമൊക്കെ ഉദ്ദേശിച്ചാണ് അങ്ങനെ മാറി. ആ സമയത്ത് പിതാവിന് എന്തായിരുന്നു ജോലി? പിതാവ് മിലിറ്ററിയിലായിരുന്നു, പട്ടാളത്തിലാണ്. ആ സമയത്ത് അതെ. ഈ പിതാവിൻ്റെ ശമ്പളത്തിൻ്റെ വിഹിതമൊന്നും നമുക്ക് കിട്ടില്ലായിരുന്നു? പിതാവ് ശമ്പളം കൃത്യമായിട്ട് അയക്കുമായിരുന്നത്. എത്രയെന്നുള്ളത് നമുക്കറിയില്ല, എന്നാലും അത് കൃത്യമായിട്ട് അയക്കാറുണ്ടായിരുന്നു. പിന്നീട് ഈ പിതാവ് പെൻഷനായി വന്നു കഴിഞ്ഞപ്പം ഈ സ്ഥലം വിറ്റ് കുറച്ച് പൈസയും പിന്നെ പെൻഷൻ കിട്ടിയ പൈസയും കൊണ്ടൊക്കെ നല്ലൊരു പെരയൊക്കെ പണിത് ഒരു 10 സെൻറ്റ് സ്ഥലവും പെരയൊക്കെ പണിയാന്ന് അമ്മ വിചാരിച്ചു. പിന്നെ പെങ്ങളെ പൂർത്തിയായി. അപ്പം പെങ്ങളെ വിവാഹം കഴിക്കണം, ഇതൊക്കെയായിരുന്നു അമ്മയുടെ ലക്ഷ്യം. പക്ഷേ ഫാദർ അത് ഒരു സുഹൃത്തുമായി കൂടി ഒരു ഷാപ്പ് പിടിക്കാൻ പോയി. മല്ലികശ്ശേരി എന്ന് പറഞ്ഞ ഷാപ്പ് പിടിച്ചു. അത് 2 വർഷം നടത്തിയത് ഈ പൈസയൊക്കെ പോയി. കള്ളുഷാപ്പായിരുന്നു. ആ കാലഘട്ടത്തിൽ ചാച്ചൻ ഇങ്ങനെ വണ്ടി പിടിച്ച് ടാക്സി പിടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ അവന് മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളൊരു ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി മരുന്നുമൊക്കെ മേടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നോർമലായി. പിന്നെ വളരെ കാമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ജോർജ് കുട്ടിയുടെ പഠനം നടക്കുന്നുണ്ടോ ഈ സമയത്ത്? ഇല്ല, ഞാൻ എന്നെ ITI വരെയും പഠിപ്പിച്ചു. ഞാൻ ഏറ്റവും ITI പഠിച്ചതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് ഈ സെൻറ് തോമസ് കോളേജിൽ ചേർന്നു. പാലായിൽ. അത് കഴിഞ്ഞപ്പം ഈ ഫാദർ ഇങ്ങനെ മദ്യപാനമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്ഥലമാണ് ഈ ഇതിന് ജാമ്യം എന്ന് വെച്ചിരുന്നത്, ഈ ഷാപ്പ് പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ചാച്ചൻ ഇങ്ങനെ ഇച്ചിരി മദ്യപാനം കൂടുതൽ അലമ്പായിട്ട് ഒരു സുഖകരമല്ലാതെ പോകുന്നത് കൊണ്ട് ഞാൻ ആ ഷാപ്പും കൂടെ നോക്കുന്നതിന് വേണ്ടിയിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ പഠിത്തം നിർത്തി. അങ്ങനെ എൻ്റെ പഠനം സെൻറ് തോമസ് കോളേജിൽ നിന്നുപോയി. ശരി. അത് കഴിഞ്ഞ് ഈ ഷാപ്പിൻ്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു അയൽവക്കംകാരനും എൻ്റെ ഒരു സുഹൃത്തുമായ ആൾ ഏറ്റുമാനൂർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ അപേക്ഷ വെക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് എക്സ് സർവീസ് കോട്ട ഉണ്ട്, ഫാദർ അപ്പം പെൻഷനായി വന്നായിരുന്നു. അപ്പോൾ എക്സ് സർവീസ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടും. അങ്ങനെ ഞാൻ ഏറ്റുമാനൂർ പഠിച്ചു. അപ്പം 2 വർഷം പഠിച്ചു. അവിടെ വെച്ചാണ് ഞാൻ ഈ SFIയിലൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വന്നു. അപ്പം നമ്മുടെ ഒരു ദാരിദ്ര്യവും ഫാമിലി ചുറ്റുപാടും ഒക്കെ വന്നപ്പോൾ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് പെട്ടെന്ന് ആകൃഷ്ടനായി. അങ്ങനെ അവിടെ ഞാൻ സജീവമായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുകയും 2ാമത്തെ വർഷം ഫസ്റ്റ് ഇയറിൽ തന്നെ അവിടെ ഒരു വെടിവെപ്പും ലാത്തിചാർജും ഒക്കെ ഉണ്ടായി. അത് അപ്പോൾ ഈ ലാത്തിചാർജും വെടിവെപ്പും ഉണ്ടായി. ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇപ്പോൾ ഗുരുതരമായി മർദ്ദനമേറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. എനിക്കും സാരമായി പരിക്കേറ്റിരുന്നു. അപ്പോൾ എന്നെ ആ കൂട്ടത്തിൽ അവിടെ അഡ്മിറ്റ് ചെയ്തു. അന്നേരം ആ പിറ്റേ ദിവസത്തെ പത്രത്തിലെല്ലാം വലിയ വാർത്തയായിരുന്നു ഈ ഏറ്റുമാനൂരിലെ വെടിവെപ്പും ലാത്തിചാർജും. അപ്പോൾ അതിൽ എൻ്റെ പേരും അടിച്ചു കൊന്നു. അന്നേരമാണ് എൻ്റെ വീട്ടുകാരൊക്കെ അറിയുന്നത് ഞാനിങ്ങനെ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടെന്നുള്ള വീട് അറിയുന്നത്. ITIയിലെ പഠനം പൂർത്തിയാക്കിയോ? ITIയിലെ പഠനം പൂർത്തിയാക്കി. ഞാൻ ആദ്യത്തെ വർഷം ഒരു പേപ്പർ എനിക്ക് നഷ്ടപ്പെട്ടു പോയി, കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ പേപ്പർ. അത് പിറ്റത്തെ വർഷം ഞാൻ എഴുതിയെടുത്തു, അത് പൂർത്തിയാക്കി. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്ന് വയറിങ്ങും ഒക്കെ ആയിട്ട് ആദ്യം ഒരാളുടെ കൂടെ നിന്ന് വയറിങ് പഠിക്കാനായിട്ട്, പ്രാക്ടിക്കൽ വേണമല്ലോ, അങ്ങനെ പഠിക്കാനായിട്ട് ഞാൻ നിന്നു. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് കുറേ വീടുകളൊക്കെ വയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല, കാരണം ഈ ഒരു പോയിൻ്റൊക്കെ എല്ലാവരും ഇടുള്ളൂ.
അപ്പം കഷ്ടിമുട്ടിയാൽ നമുക്കൊരു പണിക്കൂലിയൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു ആ കാലഘട്ടം. പിന്നെ വീണ്ടും പഠിക്കണമെന്ന് തോന്നിയത് എങ്ങനെയാണ്? പഠിക്കണമെന്ന് എനിക്ക് ഐറ്റേന്ന് കഴിഞ്ഞ് വന്നപ്പം തന്നെ ഉണ്ട്. അപ്പം ഞാൻ PDCക്ക് ചേരാനായിട്ട് അമ്മയോട് ആവശ്യപ്പെട്ടപ്പം അന്നേരം എൻ്റെ മൂത്ത പെങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുക. അപ്പം അമ്മ പറഞ്ഞു, നിങ്ങൾ ഈ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നെയും കൂടെ പഠിപ്പിക്കാൻ പറ്റിയല്ല, അപ്പം നീ IT ഒക്കെ കഴിഞ്ഞ് വന്നല്ലോ, അപ്പം നീ എന്തെങ്കിലും പണിയെടുത്ത് നീയും കൂടെ ഒരു സഹായം കുടുംബത്തിലേക്ക് ചെയ്തെങ്കിലേ മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒഴിവാകാതെ മാർക്കമില്ലായിരുന്നു. അർജുന എന്ന് പറഞ്ഞ ഒരു ചെരുപ്പ് കമ്പനി ജോലിക്ക് തൊടുപുഴ തന്നെ. അത് ലോക്കൗട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു വരുമാനമില്ലാതെ വന്നപ്പം അവിടെ എത്ര കാലം ജോലി ചെയ്തു? അവിടെ ഞാനൊരു 2.5 വർഷം 3 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഈ എൻ്റെ ഒരു നാട്ടിലുള്ള ഒരു സുഹൃത്തിൻ്റെ ബന്ധുക്കാരന് ഒരു വളക്കമ്പനിയുണ്ട്, ഒരു ജൈവവളത്തിൻ്റെ. അപ്പോൾ അവിടെ ഇത് തൃശ്ശൂർ മേഖലയിലാണ്, അത് തെങ്ങിൻ്റെ വളമാണ്. അപ്പോൾ അതിലേക്ക് എന്നെ വിട്ടു, അത് കമ്മീഷൻ അടിസ്ഥാനത്തിലാണ്. അപ്പം ഞങ്ങളിങ്ങനെ, അപ്പം ഞാനും എൻ്റെ ഒരു നെല്ലാപ്പാറ തന്നെ ഉള്ള ഒരു സാബു എന്ന് പറഞ്ഞൊരു സുഹൃത്തും കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഈ വീടുകളിലേക്ക് പോകുന്നത്, ഓർഡർ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ചാക്കിന് നമുക്ക് 20 രൂപ കിട്ടും കമ്മീഷൻ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ അതിൻ്റെ ഗ്രഹനാഥൻ ഇംഗ്ലീഷിലാണ് ഞങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പം എനിക്ക് സത്യത്തിൽ ഇംഗ്ലീഷ് ഒട്ടും വശമല്ല, ഈ സ്ഥാപനവുമല്ല. അപ്പം ഈ ഇദ്ദേഹം പറഞ്ഞ പലതും ഞങ്ങൾക്ക് മറുപടി പറയാനോ മനസ്സിലാക്കാനോ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം വളരെ പരിഹാസ രൂപേണ പറഞ്ഞു, ഇത്തരം വർക്ക്, ഈ ഡോർ ടു ഡോർ വർക്കുകളൊക്കെ ചെയ്യുമ്പം നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കാതെ ഈ ഇത്തരം ജോലികൾ നല്ല ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പരിഹസിച്ചു വിട്ടു. അന്നേരം തന്നെ ഞാൻ ഈ സാബുവിനോട് പറഞ്ഞു, എങ്ങനെയൊരു ഡിഗ്രിയിലും പഠിക്കണം എന്ന് എൻ്റെ മനസ്സിനോട് പഠിക്കുക എന്നുള്ള ആഗ്രഹം വീണ്ടും വന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോന്നു. അവിടുന്ന് വന്ന് മൂത്ത പെങ്ങളോട് സംസാരിച്ചു. അപ്പം പെങ്ങൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിരിക്കും വീട്ടിലുണ്ട്. അങ്ങനെ ഞാൻ PDCക്ക് ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കോപ്പറേറ്റീവിൽ ചെന്ന് കഴിഞ്ഞപ്പം റെയിൽ കോളേജ് കിട്ടാനുള്ള മാർക്കില്ല. കോപ്പറേറ്റീവ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഏജ് ഓവറാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നില്ല. അപ്പോൾ ഈ കോപ്പറേറ്റീവിൽ നിന്ന് കുറേ അധ്യാപകർ ചേർന്ന് ഒരു പ്രസിഡൻസി കോളേജ് എന്നും പറഞ്ഞുകൊണ്ട് ആ വർഷം ആരംഭിച്ച ഒരു കോളേജുണ്ട്. അവിടെ ചെന്ന്, അപ്പോൾ അവിടെ ആ അധ്യാപകർ ചിലരും എൻ്റെ സഹോദരിയെ പഠിപ്പിച്ചതാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ എന്നെ അവിടെ ചേർത്തു. അങ്ങനെയാണ് ഞാൻ PDC വീണ്ടും പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അപ്പം പഠിക്കാൻ പോകാനുള്ള പൈസയില്ല. അങ്ങനെ വന്ന് ഞാൻ ഈ വയറിങ്ങും പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കും കരികുന്നം ടൗണിൽ. അപ്പോൾ ഒരു സുഹൃത്തുക്കളൊക്കെ തരും ഓട്ടോ ഓടിക്കാൻ. ഞാൻ പഠിച്ചിട്ട് വന്ന് കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് തരും. അങ്ങനെ ഓട്ടോ ഓടിച്ചും ഇടയ്ക്ക് ചെറിയ വയറിങ് നടത്തിയൊക്കെയാണ് PDC വിദ്യാഭ്യാസം കഴിഞ്ഞത്. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പോയോ? എന്താ പിന്നെ ചെയ്തത്? PDCക്ക് എനിക്ക് 2nd ക്ലാസ് മാർക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മെറിറ്റ് അഡ്മിഷൻ കിട്ടും. അപ്പോൾ മെറിറ്റ് അഡ്മിഷൻ കിട്ടുമെന്നുള്ള ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ ന്യൂമാൻ കോളേജിൽ അപേക്ഷ കൊടുത്തു, വേറെ ഒരു കോളേജിലും കൊടുത്തില്ല. ന്യൂമാനിൽ എക്കണോമിക്സിനും ഹിസ്റ്ററിക്കുമാണ് കൊടുത്തത്. എനിക്ക് എക്കണോമിക്സിന് തന്നെ കിട്ടി, ഫസ്റ്റ് ചോയ്സ് എക്കണോമിക്സ് ആയിരുന്നു. അപ്പോൾ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഈ ചാച്ചൻ്റെ ഈ മരുന്നുമൊക്കെ കഴിച്ചതിന് ശേഷം ചാച്ചൻ അങ്ങനെ വലിയൊരു ആക്റ്റീവല്ല. അപ്പോൾ ചാച്ചനെ കൂടെ കൊണ്ടുപോകാനായിട്ട് ചിലപ്പം പോരുകയില്ലായിരിക്കും. ഞാനതുകൊണ്ട് അത് ചോദിച്ചില്ല. അപ്പോൾ എനിക്കിത് പഠിക്കാൻ പോകാൻ എൻ്റെ പൈസയില്ല. അപ്പം ഞാൻ അവസാനം ഈ PDC പാസ്സായിട്ട് ഈ അഡ്മിഷൻ്റെ തലേദിവസം വരെ ഞാനിതിന് വേണ്ട, പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ വന്ന് ഞാൻ ഈ കരികുന്നത്തുനിന്ന് നെല്ലാപ്പാറ വരുമ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്താണ് ആലക്കത്താഴ് ശിവൻചേട്ടൻ എന്ന് പറഞ്ഞ ആൾ നാളെ അഡ്മിഷൻ ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അന്ന് 600 രൂപ വേണം. അപ്പോൾ ഈ പെങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് നിന്നുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ കയ്യിലും ഇല്ല, വീട്ടിലും എടുക്കാനില്ല. അപ്പം ഇദ്ദേഹം എനിക്കൊരു 500 രൂപ പെട്ടെന്ന് എടുത്തു തന്നു. ഞാൻ ചോദിച്ചിട്ടൊന്നുമല്ല. ഈ 500 രൂപ എന്നിട്ട് പറഞ്ഞു, പോയി ചേരുക, എന്നിട്ട് പിന്നെ വേണോ വേണ്ടായെന്ന് പിന്നെ ആലോചിക്കാം, നാളെയല്ലേ അഡ്മിഷൻ, അല്ലെ പിന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. അതെനിക്കൊരു അത്ഭുതമായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തി കൊണ്ട് ഞാൻ ഡിഗ്രിക്ക് പോയി ചേരുകയാണ്. അപ്പം തലേദിവസം ഇങ്ങനെ ചാച്ചനെ കൊണ്ടുപോകാൻ പ്ലാനില്ല. അപ്പം ഞാനിന്ന് ആലോചിച്ചത് ആരെ കൊണ്ടുപോകും കൂടെ. അപ്പം ഞങ്ങളുടെ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ചാക്കോച്ചേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്, പുള്ളി ഒരു രസികനാണ്. അപ്പം പുള്ളിയുടെ വീട്ടിൽ ഞാൻ അതിരാവിലെ ഏറ്റിരുന്നു. ചെന്നപ്പോൾ പുള്ളി കിടന്ന് ഉറങ്ങുകയാണ്. പുള്ളിയോട് ഞാൻ കാര്യം പറഞ്ഞു. പുള്ളി എൻ്റെ കൂടെ പോന്നു. അപ്പം ഞാൻ കുറച്ച് ക്ലാസ്സൊക്കെ എടുത്താണ് പോകുന്നത്, ഫാദറായിട്ട് അഭിനയിക്കേണ്ട കാര്യങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളത്.
അപ്പോൾ അവിടുത്തെ മെയിൻ പ്രിൻസിപ്പള് ബർസാർ അച്ഛന്, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, മറ്റ് അധ്യാപകരൊക്കെ നടന്നിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ഞാൻ എൻ്റെ ക്യൂവിൽ നിന്നു. ചാക്കോച്ചേട്ടൻ എൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അവിടെ ചെന്ന് ചാക്കോച്ചേട്ടനോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പം ചാക്കോച്ചേട്ടൻ അത് ഭംഗിയായിട്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം ഒരു അപ്പൻ്റെ രീതിയിൽ അഭിനയിച്ചു. അപ്പോൾ അത് ഈ പ്രിൻസിപ്പൾ പറഞ്ഞു, ഈ പ്രായം കൂടിയ ആളായതുകൊണ്ട് രാഷ്ട്രീയം കളിക്കാനോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു വിടും. നേരെ ഇദ്ദേഹം പറഞ്ഞില്ല, ഞങ്ങൾക്ക് ചില സാമ്പത്തിക പരാധീനതകളുള്ളതുകൊണ്ട് പഠിക്കാൻ പറ്റാതെ വന്നതാണ്, പഠിക്കാന്നുള്ള ലക്ഷ്യത്തിലാണ്, എൻ്റെ മോൻ നല്ലപോലെ പഠിക്കും എന്നൊക്കെ പറഞ്ഞ് അഡ്മിഷൻ എടുത്തു പോകുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രി അവിടെ പൂർത്തിയാക്കി. ഡിഗ്രി കഴിഞ്ഞ് PGക്ക് ഞാൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മലയാളത്തിന് ചേർന്നു. അത് കഴിഞ്ഞ് BEdന് സെൻറ്റ് ജോസഫ് ട്രെയിനിങ് കോളേജിൽ, എവിടെ? മാന്നാനം KE കോളേജ്, മാന്നാനം സെൻറ്റ് ജോസഫ് ട്രെയിനിങ് കോളേജ്. അപ്പോൾ അത് ഏത് പ്രായമായപ്പോഴത്തേക്കും ഈ BEd കൂടെ കഴിഞ്ഞു? MA BEd ആയി? MA BEd കഴിയുമ്പോൾ എനിക്ക് 28 വയസ്സ്, ആയി. അല്ല 28-30 വയസ്സോളമായി. 30 വയസ്സോളമായി. ഓ ശരി. അപ്പോൾ ഈ പഠനകാലത്ത് വേറെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്തും? അല്ല, പഠനകാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഡിഗ്രിക്ക് ചേർന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് ചേർന്നതിന് ശേഷം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ 2 സുഹൃത്തും, ഒരു താഴത്തുറമ്പി ബേബിച്ചേട്ടനും ഒരു ചെന്നാടത്തിൽ അപ്പച്ചായിയൊക്കെ, അപ്പച്ചായി അവിടെ ഒരു നിസാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം വണ്ടിക്കാരുമൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഈ ബേബിച്ചേട്ടൻ അവിടെ ഒരു ബസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചിട്ടി നടത്താം, ഒരാഴ്ച ചിട്ടിയോ ഒക്കെ നടത്താം, നമുക്ക് കൂട്ടുകാരെല്ലാം അവിടെ ചേരും, ഈ നിൻ്റെ ഒരു സാഹചര്യം അറിയാമല്ലോ. അങ്ങനെ ഞാനൊരു ചിട്ടി തുടങ്ങി. അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ചേർന്നു. ഈ കരികുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്നു UK ചാക്കോ സാറൊക്കെ വിളിച്ചെന്നെ എൻ്റെ കൂടെ ചേർന്നു. എന്നെ സഹായിക്കുക, എൻ്റെ പഠനത്തിനാന്നുള്ള അറിയാവുന്നതുകൊണ്ട് അവർ സഹായിക്കാൻ ചേർന്നതാണ്. അതായിരുന്നു എൻ്റെ വരുമാന മാർഗം. ഓക്കെ. MAയും BEdും കഴിയുമ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം പിന്നെ കേരളത്തിൽ നടത്തിയില്ലേ? നടത്തി. അപ്പം BEd കഴിഞ്ഞിട്ട് ഞാൻ ഈ രൂപതയുടെ ടെസ്റ്റ് വന്നപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എഴുതി. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ 11ാമത്തെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ജോലി കിട്ടും എന്ന് ഞാൻ കരുതിയിരുന്നപ്പോഴാണ് ഈ ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് എല്ലാവരും, അതായത് കൂലിപ്പണിക്കാരുടെ മക്കളെ പോലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് വിടുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പം ഞാൻ രൂപതയിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, ഡിവിഷൻ 4 ഉള്ളതുകൊണ്ട് ജോലി കിട്ടുന്നത് ഉടനെ സാധ്യതയില്ല, എന്ന് കിട്ടുമെന്ന് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിവാഹം, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിവാഹം നടന്നു. അപ്പം ഭാര്യ ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് വിവാഹം കഴിക്കാനുള്ളൊരു ധൈര്യം കിട്ടി എങ്ങനെയാണ്? അതൊരു ഞാൻ ഇത്രയും പഠിച്ചതാണല്ലോ. പിന്നെ വൈഫും MA BEd ആയിരുന്നു. അപ്പം വൈഫിന് ആ സമയത്ത് ജോലിയുണ്ടോ? ഇല്ലില്ല, വൈഫും ഇത് പഠിച്ചു നിൽക്കുക. അപ്പം ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ +2 അനുവദിക്കുന്നത്. അപ്പം 2000 +2 അനുവദിച്ചത് കൊണ്ട് ഒരുപാട് ഒഴിവുകളും മാനേജ്മെൻറ്റുകളിലും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ രാഷ്ട്രീയത്തിലുമൊക്കെ ഉള്ളതുകൊണ്ട് ഈ പല രീതിയിലുള്ള സഹായം കിട്ടുമെന്നും ആ രീതിയിലൊരു ജോലി കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ വൈഫിൻ്റെ തന്ന ഏറ്റവും ഷോർട്ടേജ് ഉള്ള പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. അതിന് അധികം ഉദ്യോഗാർത്ഥികൾ കേരളത്തിലില്ല. അപ്പം ഈസി ആയിട്ട് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അതായിരുന്നു വിവാഹം കഴിക്കുമ്പോൾ ഇത്രയും പഠിച്ച ആളുകളായതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ 2 പേർക്കും അധ്യാപകരായിട്ട് ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയിലാണ് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2 പേർക്കും ജോലിയില്ലാതെയാണ് കല്യാണം കഴിക്കുമ്പോൾ 2 പേർക്കും ജോലിയില്ല. പിന്നീട് ജോലി കേരളത്തിൽ ശ്രമിച്ചില്ലേ? വേറെ പല മാനേജ്മെൻറ്റുകളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴൊക്കെ എന്ന് പറയുന്നത് ഈ എല്ലാ മാനേജ്മെൻറ്റുകളിലും, അത് ഏത് മാനേജ്മെൻറ്റൊന്നുമില്ല, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റൊന്നോ NSS അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഈ കൊടുക്കേണ്ട ഒരു തുകയുണ്ട്. ആ തുക കൊടുക്കാനുള്ള ഒരു മാർക്കും എൻ്റെ കയ്യിലില്ല. ഒരു തുക എത്രയാ? അന്ന് 5 ലക്ഷമൊക്കെയാണ് ചോദിച്ചത്. കോതമംഗലത്ത് 3 ലക്ഷമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്നാലും പണമുണ്ട്. BEdും കഴിഞ്ഞ് പിന്നെ ഈ തൊഴിൽ തേടി എത്ര കാലം നടന്നു? തൊഴിൽ തേടി ഞാൻ പറഞ്ഞ, ഞാൻ 2000 BEd കഴിഞ്ഞതാണ്. ഞാൻ 2004 ഇറ്റലിക്ക് പോകുന്നത്. ഈ 4 വർഷക്കാലം ഞങ്ങളിങ്ങനെ ജോലിക്ക് വേണ്ടി പല വഴി അന്വേഷിച്ചു. ആ സമയത്ത് ഈ ചിട്ടി കമ്പനി നടത്തലായിരുന്നു പ്രധാന? ഉണ്ട്, ചിട്ടി അന്നേരം ഉണ്ട്. പക്ഷേ എൻ്റെ ചിട്ടിക്ക് പല ബുദ്ധിമുട്ട് വന്നു. 2 പേര് ചിട്ടി പിടിച്ചവർ നാട് വിട്ടുപോയി. അങ്ങനെ വന്ന് ഇത് നല്ല പ്രതിസന്ധിയിലേക്ക് വന്നു ചിട്ടി. പിന്നെ എൻ്റെ 1-2 സുഹൃത്തുക്കൾ സഹായിച്ച് ഞാൻ ഈ ചിട്ടി തുടങ്ങിയ കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ചിട്ടി നടത്തിയ പലരും നാട് വിട്ടിട്ടുണ്ടെന്ന്. എൻ്റെ മനസ്സിൽ ഈ ഭയം ഉള്ളത് കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പൈസ ഒന്നും കാര്യമായിട്ട് എടുക്കാറില്ല. അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ മാത്രമേ അതിൽ നിന്ന് എടുക്കാറുള്ളായിരുന്നു. പിന്നെ പല സുഹൃത്തുക്കളൊക്കെ സഹായിച്ചാണ് അത് നാട് വിടാതെ പിടിച്ചു നിന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണോ ഈ യൂറോപ്പിലേക്ക് കടക്കാമെന്നുള്ള ചിന്ത? യൂറോപ്പിലേക്ക് കടക്കാനുള്ള ചിന്ത വന്നത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയ്ക്ക് പോകാനായിട്ട് നാട്ടിലൊരാൾ ഏജൻറ്റ് മുഖാന്തരം ശ്രമിച്ചു. ഒരു തോമസ് ഊട്ടി എന്നൊക്കെ പറഞ്ഞ ഒരാൾ ഇങ്ങനെ പെട്ടെന്ന് വന്ന് ഇങ്ങനെ അമേരിക്കയിലെ 51ാമത്തെ സ്റ്റേറ്റായ അലാസ്കയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ എന്തോ മത്സ്യം ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് കുറേ ആളുകളിൽ നിന്ന് പൈസ മേടിച്ചു. അപ്പോൾ ഈ കൊടുക്കുന്നതൊക്കെ അമേരിക്ക ബന്ധക്കാരുള്ളവരും സുഹൃത്തുക്കളുള്ളവരും ഒക്കെയാണ്. അപ്പം ഞാൻ അന്നേരം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബേബിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്,
ഇതെല്ലാവരും പോകുന്നുണ്ട്, അപ്പോൾ അമേരിക്കയിൽ ചെന്ന് വിടാം, അതാണ് ഉദ്ദേശം. അലാസ്ക ഭയങ്കര തണുപ്പാണ്, 6 മാസം ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് പോവാം, അമേരിക്കൻ വിസയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം മടിച്ചു നിന്നപ്പോൾ എൻ്റെ കൂടെ ആത്മസുഹൃത്തായിട്ടിരുന്ന റൈബി എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം പറഞ്ഞു നമുക്ക് കൊടുക്കാം. ഇപ്പം ഞാൻ കൊടുത്താലേ പുള്ളിയുടെ ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാർ തയ്യാറാകുള്ളൂ അദ്ദേഹത്തിനും കൂടെ പൈസ കൊടുക്കാൻ. അപ്പം ഞാനങ്ങനെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അദ്ദേഹം 75,000 രൂപയും പാസ്പോർട്ടുമാണ് ഇയാൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ആ പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ ജോർജ് കുട്ടി 50,000 തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 50,000 രൂപയും പാസ്പോർട്ടും റൈബി 75,000 രൂപയും പാസ്പോർട്ടും കൊടുത്തു. ഈ 50,000 എങ്ങനെ സംഘടിപ്പിച്ചു? 50,000 ഇങ്ങനെ ചിട്ടിന്നൊക്കെ ആയിട്ടുള്ളതൊക്കെ എടുത്ത് ഒക്കെ ആയിട്ട് കൊടുത്തു, അങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ അവധികൾ ഇങ്ങനെ നീണ്ടു പോയി. അപ്പം പല അവധി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന്. അപ്പം ഈ റൈബി ഒരിക്കലും സമ്മതിക്കില്ല, കാരണം റൈബിയുടെക്ക് പോയേ പറ്റൂ, ആ ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. അപ്പം അദ്ദേഹം പറയും താൻ പൈസ മേടിച്ചാൽ എൻ്റെ വീട്ടുകാർ ഉടനെ പൈസ മേടിക്കാൻ പറയും. അപ്പം കുറച്ചു കാലം കൂടെ ഇങ്ങനെ പോയി അവസാനം വീണ്ടും അവധി തെറ്റിയപ്പോൾ എനിക്ക് ബോധ്യമായി ഇത് നടക്കുന്ന കാര്യമല്ല. അപ്പം ഞാൻ കട്ടൻട്രി ആയിട്ട് പറഞ്ഞു, കാരണം എനിക്ക് 50,000 രൂപ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ കട്ടൻട്രി ആയിട്ട് പറഞ്ഞു ഞാൻ പൈസ മേടിക്കുകയാണ്. അപ്പം ഞാൻ തോമസ് കുട്ടിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, തോമസ് കുട്ടി എനിക്ക് ഈ നിയമനം, അപ്പോൾ എൻ്റെ 11ാം റാങ്കിലുണ്ടെന്നുള്ള നാട്ടിൽ ഏതാണ്ട് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ ഈ റാങ്ക് ലിസ്റ്റിലുണ്ട്, അതുകൊണ്ട് ഉടനെ ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇനി പോകുന്നില്ല, എൻ്റെ പൈസ തന്ന് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അന്നേരം അത് ഒരു മടി പറഞ്ഞില്ല, എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പം ഇത് പൈസ തരാമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഈ ഇദ്ദേഹം തങ്ങുന്ന തൊടുപുഴയാണ്. തൊടുപുഴ ഭാഗത്ത് ഇങ്ങനെ ഒരു ഇന്ദ്രപ്രസാദ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ ആ ഭാഗത്താണ് തങ്ങുന്നത്. അവിടെ നിരവധി ആളുകൾ ഇങ്ങനെ വന്നു. അപ്പോൾ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു അവിടെ വിസ വന്നിട്ടുണ്ട്, അപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ പോയി നോക്കാമെന്ന് പറഞ്ഞു. ഈ വിസയുടെ കോപ്പിയാണ് കൊടുക്കുന്നത്. അപ്പോൾ വിസയുടെ കോപ്പി കണ്ടു കഴിഞ്ഞപ്പം ഞാനൊരു ചേട്ടൻ്റെ വിസയുടെ കോപ്പി കണ്ടപ്പം ഈ ചേട്ടൻ്റെ വേറൊരാളുടെ കണ്ടപ്പോഴൊക്കെ ഈ ഫോട്ടോയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ഇതിൻ്റെ അടിയിലേക്കുള്ളതെല്ലാം ഒരുപോലെയാണ്. അപ്പോൾ എനിക്കന്നേരം ഞാൻ പറഞ്ഞു റൈബിയോട് പറഞ്ഞു ഒരു കോപ്പി വേണ്ടിയിട്ട്. അപ്പം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഫോട്ടോ കോപ്പി എടുത്തിട്ട് അതിൽ ഏതോ വിസയുടെ ഫോട്ടോ കോപ്പി ആളുകളെ പറ്റിക്കാൻ കൊണ്ടുവന്നാന്ന് മനസ്സിലായി. ഇത് കണ്ടപ്പം റൈബി പറഞ്ഞ് ഞാനും മേടിക്കുകയെന്ന് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞ് റൈബി എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന് ഈ എൻ്റെ സുഹൃത്തൂടെ പൈസ ചോദിച്ചപ്പോഴത്തേക്കും തോമസ് കുട്ടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും തരികയില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഒത്തുവരുന്നതാണ്, എനിക്കങ്ങനെ പൈസ തരാൻ പറ്റില്ല, ഇത് എംബസിയിൽ വിസയുടെ പ്രോസസ്സിങ് നടക്കുകയെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അറിയുന്ന ഒരു സുഹൃത്ത് ബന്ധമുള്ള ഒരാളോട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ പൈസ തരാൻ സമ്മതിച്ചു. അവസാനം ഞങ്ങൾക്ക് പൈസ കിട്ടി, 5,000 രൂപ ഇയാളുടെ വിസയുടെ സർവീസ് ചാർജ് എന്നുള്ള നിലയിൽ കുറച്ച് ബാക്കി പൈസ കിട്ടി. പിന്നെ വീണ്ടും ശ്രമം എന്തായിരുന്നു? അല്ല, അത് കഴിഞ്ഞപ്പം പെട്ടെന്ന് വന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈബിക്ക് ഒരു വിസ കിട്ടി അയർലൻഡിന് പോകാൻ. അന്നേരം ഈ പാസ്പോർട്ട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പാസ്പോർട്ട് തരികയില്ല. പാസ്പോർട്ട് അമേരിക്കൻ എംബസിയിലാണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അത് അവസാനം ഞങ്ങൾ സിബി മാത്യു സാറിന് കൊണ്ടുപോയി പരാതി കൊടുത്തു. അന്ന് ഐ ജി ആണോ അദ്ദേഹം? അന്ന് ഐ ജിയാണ്. സിബി മാത്യു സാർ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ചോദിച്ചു. അപ്പം ഞാൻ MA BEd എന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര പരിഹാസമായിട്ട് പറഞ്ഞു ഇങ്ങനെ അമേരിക്കൻ മിസ് നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണ് സർട്ടിഫിക്കറ്റ് തന്നതെന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് സിബി മാത്യു സാർ ഒരു സാം ക്രിസ്റ്റി എന്നും പറഞ്ഞ് ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസറെ ചുമതലപ്പെടുത്തി തൊടുപുഴ. അദ്ദേഹത്തെ പോയി ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം ഞങ്ങൾക്ക് പാസ്പോർട്ട് തന്നു. ഈ പറഞ്ഞ ഞങ്ങൾ പോയി പരാതി കൊടുത്ത 4 പേർക്കും കൂടെ പാസ്പോർട്ട് തന്നു. വീണ്ടും വിദേശയാത്രയിലേക്ക് വരുന്നത് ഈ ബേബിച്ചേട്ടൻ എന്നാണ് പറഞ്ഞു. ബേബിച്ചേട്ടൻ്റെ ഒരു സഹോദരി കന്യാസ്. ഈ ബേബിച്ചേട്ടൻ എവിടെയുള്ളയാളാ? ബേബിച്ചേട്ടൻ കരിങ്കുന്നംകാരനാണ്. അപ്പം ഞാൻ ചെറുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹം അതായത് ബോംബെയിലായിരുന്നു. അതായത് തിരിച്ച് നാട്ടിൽ വന്ന കാലം എന്ന് പറഞ്ഞാൽ നല്ലൊരു ആത്മബന്ധമാണ്. പുള്ളിക്ക് എന്താ പരിപാടി? പുള്ളി ബസ് സർവീസ് ആയിരുന്നു. പുള്ളിയുടെ ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുക. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരി കന്യാസ് സിസ്റ്റർ ഇറ്റലിയിലുണ്ട്. ആ സഹോദരിയുടെ കെയർ ഓഫിൽ വേറൊരു വിവാഹം കഴിച്ച ഒരു സിസ്റ്റർ പോയിട്ടുണ്ട്. അതിങ്ങനെ ഈ വിസിറ്റിംഗ് വിസയിലാണ് പോയെ, നീ അങ്ങനെ ശ്രമിക്കാൻ പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ ആ രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി. ഇറ്റലിയിലേക്ക് പോകാനുള്ള നടപടിക്ക് നമുക്ക് വിസ കിട്ടണമല്ലോ. അതിനുവേണ്ടി നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? വിസയ്ക്ക് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുമോ? വിസ പ്രോസസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തനം? ഞാൻ 2 തവണ ജർമ്മൻ വിസയ്ക്ക് അപേക്ഷ റിജക്ട് ചെയ്തു, വിസിറ്റിംഗ് വിസയ്ക്ക് വേണ്ടിയിട്ട്. അതിന് മതിയായി നമുക്ക് അതിനുള്ള സാമ്പത്തിക പല കാരണങ്ങളാൽ അത് റിജക്ട് ചെയ്തു. അപ്പം ഞാനൊരു സുഹൃത്ത് മുഖാന്തരം അദ്ദേഹം അറിയുന്ന ഒരു ഏജന്റ് ജേക്കബ് 50 പേരെ ഇറ്റലിക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഏജൻസി എവിടെയായിരുന്നു? എറണാകുളത്താണ്. എറണാകുളത്തുള്ള ഒരു ഏജന്റ് ആയിരുന്നു. അവിടെ ചെന്നു.
അവിടെ ചെന്നു. ഈ പറഞ്ഞ എൻ്റെ സുഹൃത്തിനെയും കൂട്ടി ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 2.25 ലക്ഷം രൂപ. അപ്പം എന്താ യൂറോപ്പ് ഷെങ്കൻ വിസ തരുമോ? ഷെങ്കൻ വിസ. അപ്പം നമുക്ക് ഇത് ടൂറിസ്റ്റ് വിസയല്ലേ? ടൂറിസ്റ്റ് വിസയാണ്. ടൂറിസ്റ്റ് വിസയ്ക്ക് എതിരെ 2.25 ലക്ഷം രൂപ. 2.25 ലക്ഷം രൂപ അവിടെ പ്രോസസ്സിങ് ചാർജ്, സർവീസ് ചാർജ് എല്ലാം കൂടെ 2.25 ലക്ഷം രൂപ. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു ആളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പാസ്പോർട്ട് കൊടുത്തപ്പോൾ എൻ്റെ ഈ ജർമ്മൻ വിസയ്ക്ക് റിജക്റ്റ് ചെയ്തുകൊണ്ട് ഈ പാസ്പോർട്ട് സാധ്യതയില്ല എന്ന് പറഞ്ഞു കിട്ടാൻ. അപ്പോൾ ഇത് മാറണമെന്ന് പറഞ്ഞു, മാറിയാൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഇത് നമ്മുടെ കാലാവധി ഉള്ള പാസ്പോർട്ട് രാവിലെ അപേക്ഷ കൊടുത്താൽ അന്ന് എറണാകുളത്ത് മാത്രമേ തൽക്കാലി കിട്ടും. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ പോയി അവിടെ നിന്ന് തക്കാലിയിൽ നിന്ന് അത് പാസ്പോർട്ട് എനിക്ക് കിട്ടി. പിറ്റേൻ്റെ ഈ പറഞ്ഞ ദിവസം കൊണ്ട് ഞാൻ കൊടുത്തു. അത് പിന്നെ മദ്രാസിലൊരു മെഡിക്കൽ ഉണ്ടായിരുന്നു. അതായത് നമുക്കൊരു രാജ്യത്ത്, അതായത് ഷെങ്കൻ രാജ്യത്ത് 10 ദിവസം തങ്ങാം ഓരോ രാജ്യത്തും. അങ്ങനെ 1 മാസത്തേക്കുള്ള വിസയായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി മെഡിക്കലെല്ലാം എടുത്തു, ഇവിടെ വന്നു. അത് കഴിഞ്ഞ് പോകേണ്ട ഡേറ്റ്, ഈ പൈസ കൊടുക്കേണ്ട ഡേറ്റിൽ ഞാൻ ഈ പറഞ്ഞ സുഹൃത്ത് ഞങ്ങൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു ഇത് നെടുമ്പാശ്ശേരി മുഖാന്തരം ഇപ്പം കയറ്റി വിടുന്നില്ല. കുറച്ച് ആളുകൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരവിടെ ബാൻ ചെയ്തു. ഇത് മനുഷ്യക്കടത്താണെന്നുള്ളൊരു സംശയം അവർക്ക് തോന്നി. അതുകൊണ്ട് ആ വഴിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഉത്തരവാദിത്തത്തിൽ ഞാൻ മദ്രാസിൽ നിന്ന് കയറ്റി വിടാം, അതിനൊരു 25,000 രൂപയും കൂടെ എക്സ്ട്രാ ചിലവാകുന്നു. അപ്പോൾ അവിടെ എയർപോർട്ടിൽ അതിനുള്ള സർവീസ് ചാർജ് പോലെ അങ്ങനെ വന്ന് ഞാൻ കരിങ്കുന്നത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു 50,000 രൂപ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം തന്നു. അങ്ങനെ ഞാൻ ഈ പോകുന്ന ദിവസം ഇവർ പറഞ്ഞ ഡേറ്റ് ഞാനൊരു 22-ാം തീയതിയാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ അന്നേരം പോകുമ്പോൾ അപ്പം 2 തവണ ഞാൻ ഈ വിസയ്ക്ക് ശ്രമിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥ നാട്ടിലെല്ലാവർക്കും അറിയാം. പിന്നെ എനിക്ക് ഒരു ഉറപ്പുമില്ല, ഈ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കയറാൻ പറ്റില്ലെന്ന് ഈ പറഞ്ഞ ഏജൻറ്റ് പറഞ്ഞ സ്ഥിതിക്ക് മദ്രാസിൽ നിന്ന് കയറാൻ പറ്റുമോ, അവിടുന്ന് പോകാൻ പറ്റുമോ, അവിടെ ചെല്ലാൻ പറ്റുമോ, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും തട്ടിപ്പുണ്ടോ, ഇങ്ങനെയുള്ള പല സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന വെള്ള ഷർട്ടും വെള്ള മുണ്ടും വെള്ളിച്ചെരുപ്പും ഇട്ട് ഒരു സാരി കവറും എടുത്ത് അതിൻ്റെ അകത്ത് അത്യാവശ്യം ചെറിയ നമ്മുടെ തുണി ഐറ്റംസും ഒക്കെ മാത്രമേ ഉള്ളൂ. ഇത് വായിക്കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞു. കാരണം അമ്മയ്ക്കറിയാം ഞാൻ ഇങ്ങനെയാണ് പോകുന്നതെന്നറിയാം. കാരണം തിരിച്ചു വരാൻ പറ്റുമോ, അവിടെ ചെന്നെത്താൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. എനിക്ക് തിരിച്ചൊരിക്കാൻ എന്നെ കൊണ്ട് വരാൻ പറ്റില്ല. കാരണം ഈ പൈസ മുഴുവൻ തന്നെ കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 പേര് തിരിച്ച് ഒരിക്കലും വേണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, എന്നെ രക്ഷപ്പെടുത്തുക, സഹായിക്കുക എന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. ബാക്കിയുള്ളവരുടേതൊക്കെ പലയിടത്തുനിന്ന് സംഘടിപ്പിച്ച പൈസയാണ്. അപ്പോൾ 2.25 ലക്ഷം, ഏതാണ്ട് 3 ലക്ഷത്തോളം രൂപ കടം. 3 ലക്ഷം രൂപ എനിക്ക് കടമുണ്ട്. 3 ലക്ഷം രൂപ ആയി എനിക്ക് മൊത്തത്തിൽ. അപ്പോൾ ഈ 3 ലക്ഷം രൂപയിൽ ഒരു 25,000 രൂപ എൻ്റെ കയ്യിലുണ്ട്. കാരണം അവിടെ ചെല്ലുമ്പോൾ യൂറോ വേണമല്ലോ കയ്യിൽ. ബാക്കി മുഴുവൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇത് കൊടുത്തു. അതായത് 2.5 ലക്ഷം രൂപ ഈ ഏജൻറ്റിന് കൊടുത്തു. ബാക്കിയുള്ള 10,000-30,000 രൂപ താഴെ ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്നു. ഞാൻ ഈ പൈസ കൊടുത്തപ്പം സന്തോഷത്തോടു കൂടി മേടിച്ച് 25,000 കൂടെ ഞാൻ എക്സ്ട്രാ കൊടുത്തു. അങ്ങനെ ആ പൈസയും കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് മദ്രാസിന് വേണ്ടി ബസ്സൊക്കെ കയറ്റി വിട്ടു. 4 പേരുണ്ടായിരുന്നു. അവിടെ ചെന്നു. മദ്രാസിൽ ഞങ്ങൾ ചെന്ന് അവിടെ ഒരു മുറി പറഞ്ഞിടത്ത് തങ്ങി. മദ്രാസിൽ ചെന്നിട്ട് ഞങ്ങൾ പുറത്തൂടെ ഒക്കെ കറങ്ങി നടന്നിട്ട് തിരിച്ചു വന്നപ്പം ഈ ഏജൻറ്റ് ഈ മുറിയിലുണ്ട്. അദ്ദേഹം അപ്പം പറഞ്ഞു നമ്മൾ ഈ 8:30 ഫ്ലൈറ്റിന്, ശ്രീലങ്കൻ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഇപ്പോൾ മദ്രാസിൽ നിന്നുള്ള 8:30 ഫ്ലൈറ്റിന് പോകുക. അപ്പോൾ അവിടെ രാത്രി 8:30. അപ്പം നമ്മൾ ആ പോകുന്ന സമയത്ത് കുറച്ച് നിർദ്ദേശങ്ങൾ തന്നു. നമ്മളൊരു എമിഗ്രേഷൻ ഓഫീസർ വരും. അപ്പം ഞാൻ മാറി നിൽക്കും. മാറി നിന്നിട്ട് ഈ എമിഗ്രേഷൻ ഓഫീസർ വരുമ്പോൾ ഞാൻ കൈ കാണിക്കും. അദ്ദേഹത്തിൻ്റെ പുറകെ പോയി ആരും ശ്രദ്ധിക്കാതെ ഇദ്ദേഹം പോയി ഇരിക്കുന്ന കൗണ്ടറിൽ ചെല്ലണം. ആ കൗണ്ടറിൽ മാത്രമേ നിങ്ങൾ പോകാവുള്ളൂ. ആ കൗണ്ടറിൽ ചെന്നില്ലെങ്കിൽ നമുക്ക് വിസ കിട്ടുകയില്ല. ഈ എമിഗ്രേഷൻ ഓഫീസർ സാധാരണ പാസഞ്ചേഴ്സ് പോകുന്ന വഴി കൂടി അല്ലല്ലോ സാധാരണ പോകാറ്. അവിടെ മദ്രാസിൽ അങ്ങനെ അന്ന് വന്നേ. അതെ, ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ പലരും ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അന്നേരമൊക്കെ ഒരു ഡൗട്ടുണ്ട്, ഇനി ഈ പറഞ്ഞ ഏജന്റ് നമ്മളെ പറ്റിക്കുന്നതാണോ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കും ഇദ്ദേഹം മാറി നിൽപ്പുണ്ടോ. ഏജന്റ് നമ്മൾ കാണുന്നിടത്തല്ല, നമുക്ക് കാണാവുന്ന രീതിയിൽ ബൈക്കിലായിട്ട് പുള്ളി മാറിയാ നിൽക്കുന്നത്, ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ. അപ്പോൾ പലരും വന്ന് പോകുന്നുണ്ട്. ഏതാണ്ട് ഒരു 3/4 മണിക്കൂറേ ഉള്ളൂ ഫ്ലൈറ്റ് പോകാൻ. അത് ആ സമയമായപ്പോഴും ഈ ഇദ്ദേഹം നമുക്ക് ഒരു എമിഗ്രേഷൻ ഓഫീസറെ ചൂണ്ടിക്കാണിക്കുന്നില്ല. അവസാനം ഒരു 5 മിനിറ്റോടെ വെയിറ്റ് ചെയ്ത് അപ്പോൾ ഒരു ഓഫീസർ വന്നപ്പം ഇങ്ങനെ കൈ കാണിച്ചു. ഉടനെ ഞങ്ങൾ 4 പേരോടെ ഈ ഇദ്ദേഹത്തിൻ്റെ പുറകെ പോയി, ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ. അപ്പം ഞങ്ങളെല്ലാവരും പോയി ഒരേ ക്യൂവിൽ നിന്നു. അന്നേരം ഇത് ഒരാളുടെ ഈ കൗണ്ടറിൽ തന്നെ ചെല്ലണമല്ലോ, അവിടെ ഒഴിവ് വരുമ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ. അത് പിന്നെ ആളുകളോട് ഞങ്ങൾ മാറി, ഞങ്ങൾക്ക് പുറകിൽ ആൾ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ
അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഈ 4 പേരും പോയി. ആദ്യം ഞാനാണ് ചെല്ലുന്നത്. അത് എനിക്ക് അന്നേരം തന്നെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടി. അത് കഴിഞ്ഞ് എൻ്റെ പുറകെ ബാക്കി 3 പേരൂടെ വന്നു. മദ്രാസിൽ നിന്ന് ഞങ്ങൾ കൊളംബോയിൽ ചെന്നിറങ്ങി. കൊളംബോയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി, പിറ്റേ ദിവസം വെളുപ്പിനാണ് ഫ്ലൈറ്റ്. അപ്പോൾ അവർ നമ്മളെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ അഡ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് രാവിലെ തന്നെ അവർ തന്നെ നമ്മളെ വിളിച്ച് എണീപ്പിച്ച് എയർപോർട്ടിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു ധാരണ ഇരിക്കുന്ന അവിടെ ഇനി ഇമിഗ്രേഷൻ ഇല്ലെന്നാണ്. പക്ഷേ അവിടെ ശക്തമായ ഇമിഗ്രേഷൻ ഉണ്ട്, ഇവിടത്തേക്കായാലും ശക്തമായ ചോദ്യം ചെയ്യലായിരുന്നു. അപ്പം ഞാൻ കടന്നു പോന്നു, ബാക്കി 2 പേരും കടന്നു പോയി. അതിൽ ഒരാളെ പിടിച്ചു നിർത്തി അവർ. അന്ന് അവിടെ ഈ LTTE ആയിട്ടുള്ള ശക്തമായ യുദ്ധം നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് കർശന പരിശോധനയും നിയന്ത്രണമുള്ള സമയമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ എന്തോ ഡൗട്ട് തോന്നി, ഇനി ഈ ഒരു തമിഴ് മുഖച്ഛായ തോന്നിയിട്ടാണോ എന്നറിയില്ല, ഇയാളെ മാത്രം പിടിച്ചു നിർത്തി. ബാക്കി ഞങ്ങൾ 3 പേരും മാറി നിന്നു. പക്ഷേ ഈ പറഞ്ഞ ആൾ എന്നെ കൈകാട്ടിയൊക്കെ വിളിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഏജൻറ്റ് പറഞ്ഞായിരുന്നു ഇത് ഞാനൊരു എഡ്യൂക്കേറ്റഡായ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 3 പേരെ എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ബാക്കിയുള്ളവർ കൊണ്ട് അവർ പറയുന്നുണ്ട് പോകരുതെന്ന്. കാരണം പോയി കഴിഞ്ഞാൽ ഞങ്ങൾ 4 പേരെ പിടിക്കപ്പെടുമല്ലോ. എന്നാലും ഞങ്ങൾ ഫ്ലൈറ്റേ കയറി. അന്നേരം അവിടെ അടുത്ത് നിന്ന് ഒരാൾ പറഞ്ഞു കയറ്റി വിടുമെന്നൊക്കെ പറഞ്ഞു. അറിയുന്ന ആളൊന്നുമല്ല. അത് കഴിഞ്ഞ് എന്നാലും ഫ്ലൈറ്റ് പോകുന്ന സമയമായപ്പോഴത്തേക്ക് ഏറ്റവും അവസാനം ഈ ആൾ ഞങ്ങളുടെ കൂടെ യാത്രയിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രാൻസിൽ വന്നിറങ്ങുകയാണ്. ഫ്രാൻസിലെ എയർപോർട്ടിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? വൈകുന്നേരമാണോ? ഫ്രാൻസിലെ എയർപോർട്ടിലേക്ക് എത്തുന്ന ഒരു 11 മണി 12 മണിയോട് കൂടിയാണ്, ഉച്ചയ്ക്ക്. അപ്പം അന്നേരം ഇതിൻ്റെ അകത്ത് ഈ ഏജൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതും വരെയേ ഉള്ളൂ. പാരീസിലെ എയർപോർട്ടാണ്. പാരീസ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ ഉത്തരവാദിത്വം തീർന്നു. പിന്നെ നിങ്ങൾ എന്ത് വേണം ചെയ്തോണോ, എവിടെ പോയി ജോലി പിന്നെ നമ്മൾ ജോലി കണ്ടുപിടിക്കുകയോ നമ്മളകത്താവുമോ ഇതൊന്നും പുള്ളിക്ക് ബാധകമല്ല, ഇദ്ദേഹത്തിന് ബാധകമല്ല. അപ്പം ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രാൻസ് എയർപോർട്ടിൽ ചെല്ലുമ്പോഴാണ് ചോദ്യം ചെയ്യൽ കൂടുതൽ വരുന്നത്. അവിടുന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ്പ. അങ്ങനെ ഞങ്ങളൊരു ക്യൂവിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ക്യൂവിൻ്റെ ബാഹുല്യം കൊണ്ട് പെട്ടെന്ന് തന്നെ വേറൊരു കൗണ്ടർ തുറന്നു. ഞാൻ ഓടി ഈ 4 പേരെ എൻ്റെ പുറകെ, ഞങ്ങൾ 4 പേരുടെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ ആ കൗണ്ടറിൽ ചെന്നു. അപ്പോൾ അവിടെ വന്ന ആൾ ഒന്നും നോക്കുന്നില്ല, പാസ്പോർട്ട് ചുമ്മാ സീൽ ചെയ്ത് വിടുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് എക്സിറ്റ് അടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. പോകുന്നിടത്ത് 2 ഇടത്ത് ചെക്കിംഗ് ഉണ്ട്. അതായത് സ്വിറ്റ്സർലൻഡ് ബോർഡിൽ ചെല്ലുമ്പോൾ സ്വിറ്റ്സർലൻഡ് പോലീസ് കയറും. ഈ സ്വിറ്റ്സർലൻഡ് പോലീസ് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഉറക്കം കൊണ്ട് എണീറ്റില്ല. ബാക്കിയുള്ളവർ അവിടെ വെച്ച് പിരിഞ്ഞു പോയി. പിന്നീട് ഈ 3 പേരെ കുറിച്ച് എനിക്ക് ഇതുവരെ പിന്നീട് ഒരു വീടുമില്ല, കണ്ടിട്ടുമില്ല. ഈ നാൾ വരെ കണ്ടിട്ടില്ല. അന്നേരം അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കുന്നതിന് തുല്യമാണ്. അവിടുത്തെ വിസ ഉള്ളവരും ലാംഗ്വേജ് അറിയാവുന്നവർക്ക് പോലും ജോലിയില്ല. അപ്പോൾ ഈ ജോലിയില്ല എന്ന് കേട്ടതോടുകൂടി ഞാൻ ആകെ തകർന്നു പോയി. ഒരു 100 ഏക്കർ സ്ഥലമെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഒരു മുട്ടക്കുന്നിലേക്ക് എന്നെ കൊണ്ടുപോയി ഒരു പുല്ല് വെട്ടുന്ന, അന്ന് ഈ ഒരു 5 ലിറ്റർ പെട്രോള് നിറച്ചിട്ട് എൻ്റെ തോളയിലേക്ക് ഇട്ടു, പുറത്ത് ബാക്ക് പോലെ. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓഫാക്കാൻ എനിക്ക് പറ്റും, പക്ഷേ ഇദ്ദേഹത്തിന് എവിടെ നിന്നാലും കേൾക്കാം ഇതിൻ്റെ സൗണ്ട്. പുല്ല് വെട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വരുന്നിടം വരെ വെട്ടാതിരിക്കാൻ പറ്റിയല്ല. കൊല്ലാനാണ് അവിടുത്തെ ഇറ്റാലിയൻ വാക്കിൽ മാലയ്ക്ക് പറയുന്നത്. ഞാൻ കൊല്ലാനോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ പോലും ഒരു മാലയും മേടിച്ചില്ല. രാവിലെ തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ ആഹാരം ഒന്നും കഴിക്കുന്നില്ല, രാവിലെ പോകുന്നതാണ്. അവിടെ വെള്ളം പോലും കുടിക്കാനെങ്കിൽ പൈസ കൊടുക്കണം. ഈ പറഞ്ഞ ഇറ്റാലിയൻ അച്ഛന് ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ഞാനോർത്ത് നമ്മുടെ ഒരു ഈ എഡ്യൂക്കേഷനും ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ടും ഇങ്ങനെ അഭയാർത്ഥിയായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ഒരുത്തിനോടുള്ള ഒരു സഹതാപവും സ്നേഹവും ഒക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ പറഞ്ഞ വൈദികം വന്നതിനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. ഇത്രയൊക്കെ ആയിട്ടും നാട്ടിലേക്ക് തിരിച്ചു പോയേക്കാന്ന് തോന്നിയില്ലേ? എനിക്ക് നാട്ടിലേക്ക് ഒരിക്കലും പോകാൻ പറ്റിയല്ല, ആത്മഹത്യ ചെയ്യാനേ പറ്റുള്ളൂ. അതും പറ്റിയല്ല. 1 2 മലയാളികൾ നമ്മളെ സഹായിക്കുന്നവർക്ക് ബാധ്യതയാകുമല്ലോ. മരിക്കാനും പറ്റിയല്ല, ജീവിക്കാനും പറ്റാത്ത അവസ്ഥയാണ്, പോരാനും പറ്റില്ല.